ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന ആ വിശ്വാസത്തിൻ്റെയും കർത്താവ് എത്ര കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. കാരണം രാവിലെ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോഴാണ് ഈ ഫോൺ വരുന്നത്. അവൻ ഇനി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊണ്ടു. അപ്പോൾ ദൈവം തന്ന് ദൈവം എടുത്തു. ആ ഒരു രീതിയിൽ കർത്താവ് ഞങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചു. അത്രയും 19 വർഷമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവും തിരിച്ചു കൊടുക്കാനും ഒക്കെ സാധിച്ചു. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ജസ്റ്റിൻ രാത്രി ഈ രൂപത്തിൻ്റെ നടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ദൈവമേ ഇവൻ്റെ മരണത്തെ സഹിക്കാൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് കൃപ നൽകി. അവിടെയുള്ളവരെല്ലാവരും പറഞ്ഞത് ഈ ബോഡി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കടലടുത്താണ്, അടിയൊഴുക്ക് ഒത്തിരിയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ പിന്നെ പലതരത്തിലും ഇത് നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പം അന്ന് രാത്രി തെരച്ചിൽ നിർത്തി വെച്ചേക്കെയാണ്. അപ്പം ആ രാത്രി എന്ന് പറയണത് ഇനി അവനെ കിട്ടുമോ ഇല്ലേന്ന് ഒരു സന്ദേഹവുമായിട്ടാണ് ജസ്റ്റിൻ തിരിച്ചു വന്നിട്ട് ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനും അപ്പോൾ ആമേൻ പറഞ്ഞു. കാരണം നാളെ അവൻ്റെ ബോഡി കിട്ടിയില്ലെങ്കിലും അതും സ്വീകരിക്കാനുള്ള കൃപ തരണേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത്. നമ്മുടെ ഒരു യോഗ്യതയല്ല, മറിച്ച് നമ്മളില് ദൈവം ചൊരിഞ്ഞ കൃപയാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ആ രാത്രി തിരിച്ചറിഞ്ഞത് ദൈവത്തിന്റെ ഒരു വചനമാണ്. അതായത് ഞാൻ നൽകുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. കാരണം ആ അവസ്ഥയിൽ ഞങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റി. ഇന്നും അവന്റെ മരണത്തെക്കുറിച്ച് ഇരിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ കണ്ണിൽ വെള്ളം വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഏത് വീട്ടിൽ ഒരു മരണ വീട്ടിൽ ചെന്നാൽ അപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു കൊടുക്കും. അത്രമാത്രം പെട്ടെന്ന് ഞാൻ നെർവസ് ആകുന്ന ആളാണ്. പക്ഷേ അവൻ്റേത് മരണം എന്നെ സംബന്ധിച്ച് വലിയൊരു ദൈവകൃപയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.